നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ആംഗുലാർ മൊമെൻറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വിച്ച് ഇസ് ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ പ്ലസ് ജെ സെഡ് സ്ക്വയർ. ദെൻ നമ്മൾ ലാഡർ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ജെ പ്ലസും ജെ മൈനസും അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഐഗൺ വാല്യൂസ് ആണ്, ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പം എ കോമ ബി എന്ന് പറയുന്ന കെറ്റാണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ നമ്മൾ എ എന്ന് പറയുന്നത് ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂവും അതുപോലെ ബി എന്ന് പറയുന്നത് ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂവുമായിട്ടാണ് എടുത്തത് അല്ലേ. പിന്നെ നമ്മൾ വേറൊരു പോയിൻ്റ് നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ലാഡർ ഓപ്പറേറ്റർ അല്ലേ, ഈ ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മുടെ എ കോമ ബി എന്ന് പറയുന്ന ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ഈ ഒരു വാല്യൂ, അതായത് നമ്മുടെ ഈ ഒരു ബിയുടെ വാല്യൂ എന്തായിട്ട് മാറുന്നുണ്ട്, എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു അല്ലേ. അത് ജെ മൈനസ് ആണെങ്കിൽ എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഡിക്രീസ് ചെയ്യും. അതായത് ജെ പ്ലസ് ആണെങ്കിലും അതെ, ജെ മൈനസ് ആണെങ്കിലും അതെ, ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്ത് സംഭവിക്കും, ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ ആസ് എച്ച് കീപ്പ് ചെയ്യും, പക്ഷേ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമാണ് ആക്ട് ചെയ്തതെങ്കിൽ ഒരു പ്രാവശ്യം ഇൻക്രീസ് ചെയ്യും, രണ്ട് പ്രാവശ്യം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ക്രോസ് എന്താവും, 2H ക്രോസ് ആയിട്ട് മാറും. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ ഈ ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ ഈ ഐഗൺ കെറ്റിൻ്റെ മുകളിൽ, അതായത് ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ കെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഈ ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ സക്സസീവായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് കിട്ടുക, നമുക്ക് കിട്ടുന്ന ആൾ എഗെയിൻ എന്തായിരിക്കും, നമ്മുടെ ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ സ്റ്റേറ്റ്സ് തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂവിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ എന്തായിട്ടുണ്ടാവും, എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം n ടൈംസ് നമ്മൾ ജെ പ്ലസ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എന്ത് വരും, ഈ ഒരു ഐഗൺ വാല്യൂ എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഇനി ഈ കിട്ടിയ സ്റ്റേറ്റിൻ്റെ മുകളിൽ എഗെയിൻ ജെ പ്ലസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ സംഭവിക്കാം, എഗെയിൻ സം കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ദെൻ എ കോമ ഈ ബി പ്ലസ് എച്ച് ക്രോസ് എന്നുള്ളത് എന്തായിട്ട് മാറും, ബി പ്ലസ് 2H ക്രോസ്. അതായത് ജെ പ്ലസിൻ്റെ ഓരോ ആക്ഷനിലും, ഓരോ പ്രാവശ്യം അത് ആക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ജെ സെഡിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ എന്ത് ചെയ്യും, എച്ച് ക്രോസിൻ്റെ യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം n ടൈംസ് നമ്മൾ ജെ പ്ലസ് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. n ടൈംസ് നമ്മൾ ജെ പ്ലസിനെ ഈ ഒരു ഐഗൺ സ്റ്റേറ്റിൻ്റെ മുകളിൽ, ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, നമ്മുടെ ജെ സ്ക്വയറിൻ്റെ നമുക്ക് റിസൾട്ടിങ് കിട്ടുന്നത് എഗെയിൻ ഐഗൺ കെറ്റ് ആയിരിക്കും, ഇവരുടെ രണ്ടുപേരുടെയും ഐഗൺ കെറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ ആസ് സച്ച് റിമൈൻ ചെയ്യും, ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് n ടൈംസ് അല്ലേ, എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ n ടൈംസ് അത് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ സക്സസീവ്ലി നമ്മൾ ജെ പ്ലസ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടും. പക്ഷേ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും, അപ്പം നമ്മുടെ ബി ആണ് നമ്മൾ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ ആയിട്ട് എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ആൾ ആദ്യം ഒരു പ്രാവശ്യം ജെ പ്ലസ് ആക്ട് ചെയ്യുമ്പോൾ ബി പ്ലസ് എച്ച് ക്രോസ് ആവും, രണ്ട് പ്രാവശ്യം ആകുമ്പോൾ ബി പ്ലസ് 2H ക്രോസ് ആവും, ബി പ്ലസ് 3H ക്രോസ് ആവും, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് അല്ലേ. പക്ഷേ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്ത് പോകുന്നില്ല. ദർ ഇസ് എ മാക്സിമം വാല്യൂ. ഈ ബിയുടെ വാല്യൂ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്ക്, അതായത് എ ആരായിരുന്നു, നമ്മുടെ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്ന ആൾക്ക് നമുക്ക് എന്തുണ്ട്, ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ഈ നമ്മുടെ ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോവില്ല. ഓക്കെ, സോ ആ കണ്ടീഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്.
നമുക്ക് ആ ഒരു അപ്പർ ലിമിറ്റ് ബി എന്ന് പറയുന്ന ആൾക്ക് ഒരു അപ്പർ ലിമിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അവർ എ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഇതാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം, എന്തായിരിക്കും ഈ മാക്സിമം വാല്യൂ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ ഈ ഐഗൺ വാല്യൂസ് എയും ബിയും എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണ്. ആ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എ കോമ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ എ കോമ ബി ആണ് നമ്മുടെ ഐഗൺ സ്റ്റേറ്റ് അല്ലേ. സൈമൾട്ടേനിയസ് ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെഡ്. ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും സൈമൾട്ടേനിയസ് ഐഗൺ സ്റ്റേറ്റ് ആണ് എ കോമ ബി എന്ന് പറയുന്നത്. ആൻഡ് നൗ വി ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് ബി ഹാസ് എ മാക്സിമം വാല്യൂ അല്ലേ. ബിക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ബിക്ക് പോകാൻ പറ്റില്ല. ബി ഹാസ് എ മാക്സിമം വാല്യൂ. അതിൻ്റെ കണ്ടീഷൻ തന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് അല്ലേ. എ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ലാസ്റ്റ് സ്റ്റേറ്റ്, അതായത് ഇയാളുടെ മുകളിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് നമുക്ക് വരുന്നുണ്ട്, ഈ ബി മാക്സിമം വരുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ കോമ ബി മാക്സ് എന്ന് എഴുതാം. ഓക്കെ, ആ മാക്സിമം വാല്യൂ ഓഫ് ബി വരുന്ന സ്റ്റേറ്റിനെ നമ്മളിങ്ങനെ എഴുതാം, എ കോമ ബി മാക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൻ്റെ മുകളിൽ ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ ലാഡർ ഓപ്പറേറ്ററായ ജെ പ്ലസ് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, വാട്ട് വിൽ ബി ദ ആൻസർ? ജെ പ്ലസ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എയുടെ വാല്യൂ മാറുന്നില്ല, ബിയുടെ വാല്യൂ എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഈ ബിയുടെ വാല്യൂ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയും ജെ പ്ലസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മുകളിലേക്ക് എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്ത് പോകാൻ നമുക്കൊരു വാല്യൂ ഇല്ല. ഓക്കെ, നമ്മുടെ ബിയുടെ മാക്സിമം വാല്യൂ വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ജെ പ്ലസ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി അവർ ആൻസർ? ഇറ്റ് വിൽ ബി 0 അല്ലേ. 0 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ നമ്മുടെ ബിക്ക് മാക്സിമം ആയിട്ടൊരു വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആ മാക്സിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ജെ പ്ലസ് ആക്ട് ചെയ്യുമ്പം വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ആൻസർ ആസ് 0. ബിക്കോസ് ഈ ജെ പ്ലസ് ആക്ട് ചെയ്യുമ്പം ബി വാല്യൂ എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യണം. നമുക്കിവിടെ ബിയുടെ മാക്സിമം വാല്യൂ ആണ് ഉള്ളത്. സോ ഇനി അങ്ങോട്ട് പോകാനില്ല, അപ്പുറത്തെ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്കിനി പോകാനില്ല. സോ ഇറ്റ് ഈസ് 0. ഓക്കെ, ഇത് 0 ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി റൈറ്റ് ജെ പ്ലസ് എ കോമ ബി മാക്സ് 0 ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അത് 0 ആണെങ്കിൽ ജെ മൈനസ് ഇൻ ആക്ടിങ് ഓൺ ജെ പ്ലസ് എ കോമ ബി മാക്സും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഓൾറെഡി 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജെ മൈനസ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് അല്ലേ. സോ ജെ മൈനസ് ജെ പ്ലസ് ആക്ടിങ് ഓൺ എ കോമ ബി മാക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് എന്താ വരിക എന്നുള്ളതൊന്ന് നോക്കാം. വാട്ട് ഈസ് ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ്? ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് എന്തായിരിക്കും വരിക? ഇറ്റ് ഇസ് ജെ എക്സ് മൈനസ് ഐ ജെ വൈ ഇൻറ്റു ജെ എക്സ് പ്ലസ് ഐ ജെ വൈ ആണ് അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ജെ എക്സ് ഇൻറ്റു ജെ എക്സ് നമുക്ക് ജെ എക്സ് സ്ക്വയർ കിട്ടും. ദെൻ ഇവിടെ ഈ ഒരു ടേം ഇവിടെ ശരിക്കും ജെ എക്സ് ഇൻറ്റു ജെ വൈയും സെക്കൻഡ് ടേമിൽ ജെ വൈ ഇൻറ്റു ജെ എക്സും ആണ്. ഓർഡർ മാറിപ്പോകരുത്, ആ സെയിം ഓർഡറിൽ തന്നെ എടുക്കണം. ഓപ്പറേറ്റേഴ്സ് എഴുതുന്ന സമയത്ത് എ ബി ഈസ് നോട്ട് ഓൾവേസ് ഈക്വൽ ടു ബി എ. സോ അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ എഴുതി പോകണം. ഓക്കെ, സോ ഞാൻ ഈ ജെ വൈ വരുന്ന രണ്ട് ടേംസും കൂടെ ആദ്യം ഒന്ന് എഴുതാം. ഇറ്റ് വിൽ ബി ഐ ഇൻറ്റു ഐ അല്ലേ. ഐ ഇൻറ്റു ഐ സ്ക്വയർ -1 ആണ്. ഈ ഒരു മൈനസും കൂടെ പ്ലസ് ആവും. സോ വി വിൽ ഹാവ് ജെ വൈ സ്ക്വയർ ഉണ്ടാവും നമുക്ക് അല്ലേ. ഇനി നമ്മൾ ഈ ഒരു ടേമിൽ നിന്ന് ഐ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇൻറ്റു ദിസ്, ദാറ്റ് ഇസ് ജെ എക്സ് ജെ വൈ ആണ് അല്ലേ. ജെ എക്സ് ജെ വൈ ദെൻ മൈനസ് ഐ ഇൻറ്റു ജെ വൈ ജെ എക്സ് ആണ്. സോ മൈനസ് ജെ വൈ ജെ എക്സ്, ഇത്രയാണ് നമുക്ക് വരിക. ദിസ് ഇസ് നത്തിങ് ബട്ട് ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ. ഇതെന്താ വരിക?
ജെ എക്സ് ജെ വൈ മൈനസ് ജെ വൈ ജെ സെഡ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ ജെ എക്സ് കോമ ജെ വൈ ആണ് അല്ലേ. കമ്മ്യൂട്ടേറ്റർ ജെ എക്സ് കോമ ജെ വൈ ഈസ് ഐ എച്ച് ക്രോസ് ജെ സെഡ് അല്ലേ. സോ ഐ എച്ച് ക്രോസ് ജെ സെഡ് ആകുമ്പം ദിസ് ഇസ് നത്തിങ് ബട്ട് മൈനസ് എച്ച് ക്രോസ് ജെ സെഡ് എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജെ മൈനസ് ജെ പ്ലസ്. ജെ മൈനസ് ജെ പ്ലസ് എന്ന് പറയുന്നത് ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് ജെ സെഡ്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ അല്ലേ. ജെ സ്ക്വയറിന്ന് ജെ സെഡ് സ്ക്വയർ പോയാൽ നമുക്ക് ആരെ ബാക്കി ഉണ്ടാവുക? ഈ ടേംസ് ആണ് ഉണ്ടാവുക അല്ലേ. ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ ആണ്. സോ ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് ജെ സെഡ് എന്ന് വരും. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നേരത്തെ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകാം. സോ നമുക്ക് ജെ മൈനസ് ജെ പ്ലസ് എന്താണെന്നുള്ളത് കിട്ടി. നേരത്തെയുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: ജെ മൈനസ് ജെ പ്ലസ് ആക്ടിങ് ഓൺ എ കോമ ബി മാക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. ജെ മൈനസ് ജെ പ്ലസ് എന്താ നമുക്ക് കിട്ടിയത്? ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് ജെ സെഡ് ആക്ടിങ് ഓൺ എ കോമ ബി മാക്സ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ഷൻ എടുക്കാം. കാരണം ഇവർ ഓരോരുത്തരും ആക്ട് ചെയ്താൽ എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും ജെയുടെയും ജെ സെഡിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ജെ സ്ക്വയർ എ കോമ ബി മാക്സിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ ആണ് വരിക അല്ലേ. ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ഐഗൺ സ്റ്റേറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ തരും അല്ലേ. ഇതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ടേമായിട്ട് എഴുതാം. അങ്ങനെ എഴുതി നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഈ ഒരു സംഭവത്തിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ദിസ് മൈനസ് ജെ സെഡ് സ്ക്വയർ ആക്ടിങ് ഓൺ ദിസ് മൈനസ് എച്ച് ക്രോസ് ജെ സെഡ് ആക്ടിങ് ഓൺ ദിസ് അല്ലേ. സോ ആദ്യം ജെ സ്ക്വയർ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എ പുറത്തേക്ക് വരും. ഇത് ഐഗൺ സ്റ്റേറ്റ് ആണല്ലോ, അതുകൊണ്ട് സ്റ്റേറ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ദെൻ ജെ സെഡ് സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ ജെ സെഡ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബി ആണ് വരുന്നത് അല്ലേ. ജെ സെഡ് ആക്ട് ചെയ്യുമ്പം ബി ആണ് വരിക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജെ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജെ സെഡ് 2 പ്രാവശ്യം ആക്ട് ചെയ്യാണ്. സോ നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും വരിക? ഇവിടെ നമ്മുടെ ബി വാല്യൂ ബി മാക്സ് ആണ്, അതുകൊണ്ട് അത് തന്നെ എഴുതണം. ബി മാക്സ് സ്ക്വയർ വരും അല്ലേ. ദെൻ ഇയാൾ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എച്ച് ക്രോസ് ഉണ്ട്. ദെൻ ജെ സെഡ് ആക്ട് ചെയ്യുമ്പം എന്താണ് പുറത്തേക്ക് വരിക? ബി മാക്സ് പുറത്തേക്ക് വരും അല്ലേ. ദിസ് ഇൻറ്റു എ കോമ ബി മാക്സ് ഈക്വൽ ടു 0. ഇവിടെ ഈ ഓപ്പറേറ്റേഴ്സ് ആര് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്താലും സ്റ്റേറ്റ് മാറുന്നില്ല. ബിക്കോസ് ഇവരുടെ ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ സ്റ്റേറ്റ് ആണ് ഇത്. ഓക്കെ, അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാലും സ്റ്റേറ്റ് മാറുന്നില്ല. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ 0 അല്ല. നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് 0 ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു സംഭവം 0 എന്ന് എടുക്കാൻ പറ്റും അല്ലേ. സോ വി ഹാവ് എ മൈനസ് ബി മാക്സ് സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് ബി മാക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്കുണ്ടാവും. അപ്പം അതിനകത്ത് ഇതാ ഇവിടെ വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലേ. എ മൈനസ് ബി മാക്സ് സ്ക്വയർ മൈനസ് ബി മാക്സ് ഇൻറ്റു എച്ച് ക്രോസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് എ എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ക്രോസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആ ബി മാക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഈ ബിയുടെ മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ബി എന്ന് പറയുന്ന ആൾക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ട് എന്ന് പറയാം. ബിക്കോസ് നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ ഈ ഒരു കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ് അല്ലേ. സോ അതുകൊണ്ട് ബിക്ക് ഒരു മാക്സിമം വാല്യൂം വരുന്നുണ്ട്, ഒരു മിനിമം വാല്യൂം വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ മിനിമം വാല്യൂവിൻ്റെ കണ്ടീഷൻ നോക്കാം. മിനിമം വാല്യൂവിൻ്റെ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പം മിനിമത്തിൻ്റെ വരുമ്പം നമ്മുടെ കണ്ടീഷൻ എങ്ങനെ വരും? നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടി കേട്ടോ. എയുടെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ക്രോസ് എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ മറ്റേ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബി എന്ന് പറയുന്ന ആൾക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ആ മിനിമം വാല്യൂ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റിനെ നമ്മൾ എ കോമ ബി മിൻ എന്നെടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുക? നമുക്ക് എ കോമ ബി മാക്സ് ആയിരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു?
ജെ പ്ലസ് ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടും. കാരണം ഈ ബി വാല്യൂ ഇനി മുകളിലോട്ട് കയറാനില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക? എ കോമ ബി മിന്നിൻ്റെ മുകളിൽ നമുക്കറിയാം ജെ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഈ ബിയുടെ വാല്യൂ എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ താഴേക്ക് ഇറക്കി കൊണ്ടുവരിക ചെയ്യുക അല്ലേ. ജെ മൈനസ് ഒരു പ്രാവശ്യം ആക്ട് ചെയ്യുമ്പോൾ ഒരു എച്ച് ക്രോസിൻ്റെ യൂണിറ്റിൽ ബിയുടെ വാല്യൂ താഴേക്ക് പോകും. ബി മൈനസ് എച്ച് ക്രോസ് ആവും. പിന്നെ ആക്ട് ചെയ്യുമ്പോൾ ബി മൈനസ് 2 ക്രോസ് ആവും. അങ്ങനെ പോരുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ബിയുടെ മിനിമം വാല്യൂ ആണെന്ന് പറഞ്ഞു. ബിയുടെ മിനിമം വാല്യൂ ആണ് അത് എങ്കിൽ പിന്നെ അവിടെ നമുക്ക് ഇനി ജെ മൈനസ് ആക്ട് ചെയ്താൽ ഇനി താഴേക്ക് പോവുമോ? പോവില്ല അല്ലേ. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ജെ മൈനസ് ആക്ടിങ് ഓൺ എ കോമ ബി മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്കവിടെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷനെ ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ഇഫ് വി റൈറ്റ് ജെ പ്ലസ് ജെ മൈനസ് ആക്ടിങ് ഓൺ എ കോമ ബി മിൻ ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതിയാലും ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലേ. കാരണം എന്താ, ഇത് ഓൾറെഡി 0 ആണ്. സോ ആക്ഷൻ ഓഫ് ദിസ് മേക്സ് നോ ഡിഫറൻസ് അല്ലേ. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ചെയ്ത് കഴിയുമ്പോൾ സെയിം പ്രൊസീജിയറിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ജെ പ്ലസ് ജെ മൈനസ് കണ്ടുപിടിക്കുക. ജെ പ്ലസ് ജെ മൈനസ് കാണുമ്പോഴുള്ള ഡിഫറൻസ് ഇവിടെ നേരത്തെ മൈനസ് എച്ച് ക്രോസ് ജെ സെഡ് ആയിരുന്നു കിട്ടിയത്, ഇപ്പോൾ പ്ലസ് എച്ച് ക്രോസ് ജെ സെഡ് ആണ് എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. എ ഈക്വൽ ടു ബി മിൻ ഇൻറ്റു ബി മിൻ മൈനസ് എച്ച് ക്രോസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസായി. എക്ക് എ ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ക്രോസ് എന്നും കിട്ടി. അതുപോലെ എ ഈക്വൽ ടു ബി മിൻ ഇൻറ്റു ബി മിൻ മൈനസ് എച്ച് ക്രോസ് എന്നും കിട്ടി. സോ ആ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കിട്ടും ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മിൻ എന്ന് കിട്ടും. ഓക്കെ, ആ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യുക. വി വിൽ ഗെറ്റ് ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മിൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബി എന്ന് പറയുന്ന ആളുടെ വാല്യൂ നമുക്കതിൻ്റെ ആ ലിമിറ്റ് ഒന്ന് എഴുതാനായിട്ട് പറ്റും. എന്താണ് ലിമിറ്റ് വരിക? മൈനസ് ബി മാക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മാക്സ്. അതായത് ബിയുടെ വാല്യൂ ബി മിനിമത്തിൻ്റെയും ബി മാക്സിമത്തിൻ്റെയും ഇടയിലാണ് വരുന്നത് അല്ലേ. ബിയുടെ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ ബി ലൈസ് ബിറ്റ്വീൻ ബി മിൻ ആൻഡ് ബി മാക്സ് അല്ലേ. ബി മിന്ന് മുതൽ ബി മാക്സ് വരെയാണ് നമുക്ക് ഇതിന് വാല്യൂ ഉള്ളത്. ഇതിൽ ഓൾറെഡി നമുക്ക് കിട്ടി ബി മിൻ ഈസ് നത്തിങ് ബട്ട് മൈനസ് ബി മാക്സ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് ബി മാക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ബി മാക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ബിയുടെ ലിമിറ്റ്സ്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ n ടൈംസ് നമ്മൾ പറഞ്ഞു സക്സസീവ്ലി ജെ പ്ലസ് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബി മിന്നിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഈ ലോവസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള എ കോമ ബി മിൻ എന്ന് പറയുന്ന ഇയാളുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുപാട് പ്രാവശ്യം ഇതാണ് അപ്പം നമ്മുടെ ലോവസ്റ്റ് സ്റ്റേറ്റ് അല്ലേ. ലോവസ്റ്റ് പോസിബിൾ സ്റ്റേറ്റ് ഇതാണ്. അതായത് ബിയുടെ ഏറ്റവും മിനിമം വാല്യൂ ആണിത്. ഇവിടുന്ന് നമ്മൾ ഇനി ജെ പ്ലസ് ആക്ട് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഇൻക്രിമെൻറ്റ് ഓരോ സ്റ്റേറ്റുകളും എച്ച് ക്രോസ് യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് ഓരോ സ്റ്റേറ്റുകൾ കിട്ടും. അങ്ങനെ പോയി എവിടെ എത്തും? അത് എ കോമ ബി മാക്സിമത്തിൽ വരെ എത്തും അല്ലേ. എപ്പോഴാണ് ജെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ജെ പ്ലസ് ആദ്യം ഏറ്റവും ലോവസ്റ്റ് സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. അപ്പോൾ തൊട്ടും മുകളിലെ സ്റ്റേറ്റ് കിട്ടും. ദെൻ അടുത്തത് അങ്ങനെ കയറി പോയി എവിടെ വരെ എത്തും? എ കോമ ബി മാക്സ് വരെ എത്തും അല്ലേ. അങ്ങനെ ബി മാക്സ് വരെ എത്തുന്നത് n ടൈംസ് നമ്മൾ ഈ ഒരു ജെ പ്ലസ് ആക്ട് ചെയ്തിട്ടാണെന്ന് വിചാരിക്കാം. നമുക്ക് കറക്റ്റ് അറിയില്ല. സോ നമ്മൾ n എന്ന് എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ജെ പ്ലസ് നമ്മൾ n ടൈംസ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് ബി മിനിമത്തിലുള്ള സ്റ്റേറ്റ് ബി മാക്സിലേക്ക് കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുക? വി ക്യാൻ റൈറ്റ് ബി മിൻ ഇസ് ഈക്വൽ ടു ബി മിൻ അല്ലല്ലോ, മാക്സിമത്തിൻ്റെ ഇക്വേഷനാണ് നമുക്ക് എഴുതാൻ പറ്റും. ബി മാക്സ് ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? ഈ ബി മിൻ എന്ന് പറയുന്ന ആൾ ഇയാളുടെ മുകളിൽ n ടൈംസ് ജെ പ്ലസ് ആക്ട് ചെയ്യാണ്. ഒരു പ്രാവശ്യം ആക്ട് ചെയ്യുമ്പോൾ ബി മിൻ എന്തായിട്ട് മാറും? ബി മിൻ പ്ലസ് എച്ച് ക്രോസ്, ബി മിൻ പ്ലസ് 2 എച്ച് ക്രോസ്, ബി മിൻ പ്ലസ് 3 എച്ച് ക്രോസ്.
അങ്ങനെ പോയി n പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബി മാക്സിലേക്ക് എത്തിയത്. സോ വി ക്യാൻ റൈറ്റ് ബി മാക്സ് ഇസ് നത്തിങ് ബട്ട് ബി മിൻ പ്ലസ് എൻ എച്ച് ക്രോസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ബി മാക്സ് ഇസ് ഈക്വൽ ടു ബി മിൻ പ്ലസ് എൻ എച്ച് ക്രോസ് എന്ന് വരും. ഫ്രം വേർ വി ക്യാൻ റൈറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി മിൻ ഇസ് നത്തിങ് ബട്ട് മൈനസ് ബി മാക്സ് അല്ലേ, ബി മിന് മൈനസ് ബി മാക്സ് ആണ്. സോ വി വിൽ ഹാവ് 2 ബി മാക്സ് ഇസ് ഈക്വൽ ടു എൻ എച്ച് ക്രോസ് എന്ന് വരും, വിച്ച് ഇസ് ബി മാക്സ് ഇസ് ഈക്വൽ ടു എൻ എച്ച് ക്രോസ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ ആര് കിട്ടി? മാക്സിമം വാല്യൂ ഓഫ് ബി എന്താണ് എന്നുള്ളത് കിട്ടി. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എൻ എച്ച് ക്രോസ് ബൈ 2. ഓക്കെ, ഇനി ഇതിന് നമ്മൾ വേറൊരു ടേമിലേക്ക്, നമ്മൾ n എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പറാണ് അല്ലേ, n എന്ന് പറയുന്നത് n ടൈംസ് നമ്മൾ j പ്ലസ് ആക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ n-നെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ j എന്ന് പറയുന്ന ആളുടെ ടേമിലേക്കാണ് ഇതിനെ മാറ്റി എഴുതുന്നത്. ഓക്കെ, ജസ്റ്റ് അതിനെ മാറ്റി എഴുതുന്നത് ആ ഒരു രീതിയിലാണെന്നേ ഉള്ളൂ. സോ നമ്മൾ ഈ ബി മാക്സ് ബൈ എച്ച് ക്രോസ് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ സ്മോൾ ലെറ്റർ j വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, j സ്മോൾ j ആണ്. j ഇസ് ഈക്വൽ ടു ബി മാക്സ് പ്ലസ് ബി മാക്സ് ബൈ എച്ച് ക്രോസ് ആണ് എന്നെടുക്കുക. ഓക്കെ, നമുക്കിപ്പം ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ബി മാക്സ് ഇസ് ഈക്വൽ ടു എൻ എച്ച് ക്രോസ് ബൈ 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തെടുക്കുകയാണ്? വി ആർ ഡീലിംഗ് വിത്ത് സം ജെ, സ്മോൾ ലെറ്റർ ജെ ഇസ് ബി മാക്സ് ബൈ എച്ച് ക്രോസ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിട്ട് മാറും? ജെ ഇസ് ഈക്വൽ ടു എൻ ബൈ 2 എന്ന് കിട്ടും അല്ലേ, ജെ ഇസ് ഈക്വൽ ടു എൻ ബൈ 2 എന്ന് കിട്ടും. സോ ജെ ഈക്വൽ ടു എൻ ബൈ 2 നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂവിൻ്റെ, ജെ സെഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂവിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ ആണ് ഈ ബി മാക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ വി ക്യാൻ സേ ദ മാക്സിമം ഐഗൺ വാല്യൂ ഓഫ് ജെ സെഡിൻ്റെ മാക്സിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഇറ്റ് ഇസ് n ബൈ 2 എന്ന് പറയുന്നത് j ആണ്. സോ മാക്സിമം ഐഗൺ വാല്യൂ ബി മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എത്രയേറി വരിക? ജെ എച്ച് ക്രോസ് ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ, ജെ എച്ച് ക്രോസ്. ഇറ്റ് ഇസ് ജെ എച്ച് ക്രോസ്. ഓക്കെ, അത് ജെ എച്ച് ക്രോസ് എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഗൺ വാല്യൂ ഓഫ് ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇത് ജെ സെഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് അല്ലേ. നമുക്ക് ജെ സ്ക്വയറിൻ്റെത് എന്തായിരിക്കും വരിക? ജെ സ്ക്വയറിന് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ, എ എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇറ്റ് വാസ് ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ക്രോസ് ആണ് അല്ലേ. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ബി മാക്സിന് ജെ എച്ച് ക്രോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് എന്ത് കിട്ടും? ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടുത്തെ ബി മാക്സിന് നമ്മൾ ജെ എച്ച് ക്രോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും, ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ. സോ നമ്മുടെ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എ എന്ന് പറയുന്നത് നമുക്ക് എച്ച് ക്രോസ് സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് കിട്ടി അല്ലേ. നമുക്ക് ഇനി ഇവിടെ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂവിൻ്റെ മാക്സിമം, അതായത് ബി മാക്സ് നമുക്ക് ജെ ഇൻറ്റു എച്ച് ക്രോസ് എന്നായിരുന്നു കിട്ടിയിരുന്നത് അല്ലേ, ജെ ഇൻറ്റു എച്ച് ക്രോസ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ അത് മാക്സിമം വാല്യൂ ഓഫ് ബി ആണ് അല്ലേ. നമ്മൾ ബിക്ക് ബി എന്ന് പറയുന്നതിന് കുറേ വാല്യൂസ് പോസിബിൾ ആണല്ലോ, അതിലെ മാക്സിമം വാല്യൂ ആണ് ഈ ജെ എച്ച് ക്രോസ് എന്ന് പറയുന്നത്. സോ വി ആർ അസ്യൂമിങ് ബി ഇസ് ഈക്വൽ ടു എം എച്ച് ക്രോസ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ബി ഇസ് ഈക്വൽ ടു എം എച്ച് ക്രോസ്, അതിലെ മാക്സിമം ബി മാക്സ് എന്ന് പറയുന്നത് ജെ എച്ച് ക്രോസ് ആണ്. സോ വി ആർ അസ്യൂമിങ് ബി ഇസ് ഈക്വൽ ടു എം എച്ച് ക്രോസ് വിത്ത് എം ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം മൈനസ് ജെ ടു പ്ലസ് ജെ. ഓക്കെ, കാരണം നമുക്കറിയാം ബി എന്ന് പറയുന്ന ആളുടെ മാക്സിമം വാല്യൂ ജെ ഇൻറ്റു എച്ച് ക്രോസ് ആണ്. ബി എന്ന് പറയുന്ന ആളുടെ മിനിമം വാല്യൂ അപ്പോൾ എന്താ വരിക? അത് മൈനസ് ബി മാക്സ് ആണ് അല്ലേ. മൈനസ് ബി മാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മൈനസ് ജെ എച്ച് ക്രോസ് ആണ്. സോ മിനിമം വാല്യൂ മൈനസ് ജെ എച്ച് ക്രോസ് എന്നും മാക്സിമം വാല്യൂ ജെ എച്ച് ക്രോസ് എന്നാണ് നമുക്ക് വരേണ്ടത് അല്ലേ. സോ വിത്ത് ദാറ്റ് വി വിൽ ഹാവ് 2j plus 1 values
അല്ലേ? ഈ എം എന്ന് പറയുന്ന ആൾക്ക് 2j + 1 വാല്യൂസ് നമുക്ക് വരും. അതായത് -j മുതൽ -j +1 വരും. ദെൻ -j +2 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയി j വരെയുള്ള 2j + 1 വാല്യൂസ് നമുക്ക് എന്തുണ്ടാവും? ഈ എമ്മിന് വരും. ഓക്കെ, JH ആണ് ഹയർ വാല്യൂ. JH എന്ന് പറയുന്നത് ഹയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ബിയുടെ ലോവർ വാല്യൂ, അതായത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് -JH ആണ്. സോ ബി എന്ന് പറയുന്ന ആളെ നമ്മൾ MH എന്ന് ഡിഫൈൻ ചെയ്യാണ്. വിത്ത് എം ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം -j to +j. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പം 2 ഐഗൺ വാല്യൂസും നമുക്ക് കിട്ടി അല്ലേ? ആ 2 ഐഗൺ വാല്യൂസും വെച്ച് നമ്മുടെ ഐഗൺ വാല്യൂ ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ഫോർ j². നമ്മൾ ഇതുവരെ a, b എന്ന് വെച്ചിട്ടായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നൗ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് j, m എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഗൺ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ a എന്ന് പറയുന്ന ഐഗൺ വാല്യൂ ഇസ് റിലേറ്റഡ് ടു j വാല്യൂ. ദെൻ ബി എന്ന് പറയുന്നതിന് നമ്മൾ എമ്മിൻ്റെ ടേമിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ നമ്മൾ കെറ്റ് a, b എന്ന് എഴുതിക്കൊണ്ടിരുന്നത് നൗ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് കെറ്റ് j, m എന്ന് എഴുതും. ഓക്കെ, സോ വി വിൽ ഹാവ് ഫോർ j²ൻ്റെ ഐഗൺ വാല്യൂ a ആയിരുന്നു അല്ലേ? നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മൾ ജനറലായിട്ട് പറഞ്ഞത് j² a, b is equal to a into a, bയും അതുപോലെ jz ആക്ടിങ് ഓൺ get a, b is equal to b into a, bയുമായിരുന്നു അല്ലേ? Now we have already obtained what is a and what is b. So with that we can write j². ഈ എയും ബിയും മാറ്റി നമ്മൾ ജെയും എമ്മും എഴുതും. ബിക്കോസ് ഈ എ എന്ന് പറയുന്ന ഐഗൺ വാല്യൂ ഇസ് റിലേറ്റഡ് ടു ജെ അല്ലേ? j into j + 1 h². അതാണ് ഈ ഐഗൺ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു j, m ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ഇക്വേഷൻ വരിക. ആൻഡ് ഫോർ jz വി വിൽ ഹാവ് jz ആക്ടിങ് ഓൺ j, m ഇസ് ഈക്വൽ ടു ബി. എന്തായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? ബിയുടെ വാല്യൂ MH ആണ് അല്ലേ? where m can take values from -j to +j. Okay, so MH into j, m എന്ന് വരും. Okay, so these are the eigen value equation corresponding to the operators j² and jz.